ഒരാഴ്ച വ്യത്യാസത്തിൽ വൻ ക്ലാഷ് റിലീസായി തിയേറ്ററിൽ എത്തിയ രണ്ട് സിനിമകളായിരുന്നല്ലോ പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ മമ്മൂക്കയുടെ ടർബോ. ഈ ചിത്രങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും ബോക്സ് ഓഫീസ് പവറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുരുവായൂരിന്റെ രണ്ടാം ശനിയാഴ്ചയായിരുന്നു ഇന്നലെ ടർബോ എന്ന ചിത്രത്തിന്റെ ആദ്യ ശനിയാഴ്ചയും. ഈ രണ്ട് ചിത്രങ്ങൾ ശനിയാഴ്ച ബുക്ക് മൈ ഷോ ആപ്പിലൂടെ എത്രത്തോളം ടിക്കറ്റ്സുകളാണ് വിറ്റുപോയത് എന്ന് കണക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. 10ാം ദിവസം ശനിയാഴ്ച 97Kക്ക് മുകളിൽ ടിക്കറ്റ്സുകളാണ് ഗുരുവായൂർ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ബിസിനസ് നടത്തിയിരിക്കുന്നത്. എന്നാൽ മമ്മൂക്കയുടെ ടർബോ 120Kക്ക് മുകളിൽ ടിക്കറ്റ്സുകളാണ് 3ാം ദിവസം ശനിയാഴ്ച ബിസിനസ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം നടത്തിയിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച രണ്ട് ചിത്രങ്ങളുടെയും അവസാന അവേഴ്സിലെ ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ബോക്സ് ഓഫീസിൽ ഈ ഒരു ചിത്രം കാഴ്ചവെക്കുന്നത് എന്ന് ബുക്ക് മൈ ഷോ ആപ്പ് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നു. എല്ലാ സിനിമകളെക്കാളും കൂടുതൽ കളക്ഷൻ പോയി നേടുന്നത് മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന ചിത്രം തന്നെയാണ്. എന്നിരുന്നാലും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ 11ാമത്തെ ദിവസത്തെ ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം ശരിക്കും ഭീകരം തന്നെ എന്നും കൂടെ പറയേണ്ടിയിരിക്കുന്നു. ഗുരുവായൂർ 10 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 32 കോടിയും വേൾഡ് വൈഡ് 10 ദിവസങ്ങൾ കൊണ്ട് 65 കോടിയുടെ കളക്ഷനും നേടിയിട്ടുണ്ട്. മമ്മൂക്കയുടെ ടർബോ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് 14 കോടിക്കടുത്തും 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് നിന്ന് 40 കോടിക്കടുത്തും കളക്ഷൻ നേടിയിട്ടുണ്ട്. ടർബോ ഇന്നത്തെ കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് ചിത്രത്തിന്റെ ആദ്യ വീക്കെൻഡ് പൂർത്തിയാവുകയാണ്. എത്രത്തോളം കളക്ഷൻ ടർബോ നേടിയെടുക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നാളെ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ ഗുരുവായൂർ ഇന്നത്തോടു കൂടെ ചിത്രത്തിന്റെ സെക്കൻഡ് വീക്ക് എൻഡ് പൂർത്തിയാവുകയാണ്. അപ്പോൾ 11 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എവിടെ ചെന്നെത്തൊക്കെ നാളെ മാത്രമേ ചിത്രത്തിന്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാത്തിരിക്കാം. ഈ രണ്ട് ചിത്രങ്ങളിൽ ഏത് ചിത്രത്തിനായിരുന്നു കൂടുതൽ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയത്? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീക്കെൻഡ് ടർബോ തന്നെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഭരിക്കുന്നത്. നാളെ തിങ്കളാഴ്ച മുതൽ ബോക്സ് ഓഫീസിൽ എത്തരത്തിലുള്ള യുദ്ധമാണ് കാണാൻ സാധിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.